നമ്മളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്താൻ മാനിപ്പുലേറ്റഡിന്റെ ഈ ആഴ്ചത്തെ 2 എപ്പിസോഡ് വന്നിട്ടുണ്ട്. സീൻ എന്നൊക്കെ പറഞ്ഞാല് അജാതി സീന്. ഇതും DRXും ഓൺഗോയിങ് സീരീസ് ആണ്. സോ വീക്കിലി 2 വീഡിയോസ് മാത്രമേ വരത്തുള്ളൂ. വളവള സംസാരിക്കുന്നില്ല, ഫയർ ഐറ്റം ആണ്. ഓരോ എപ്പിസോഡ് കഴിയും തോറും ആ ഒരു സസ്പെൻസ്, ത്രില്ലർ ഫീല്, ക്യൂരിയസ് ഫീലൊക്കെ കൂടി വരുന്നേ ഉള്ളൂ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എവിടെയാണ് നിർത്തിയത്? തേജുങ് ആ സ്ഥലത്ത് നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കുന്നതും യോഹാൻ അവനെ വെടിവെക്കുന്നതുമായിരുന്നു. ബ്ലാക്ക് ഔട്ട് ചെയ്ത് തേജുങ് കരയിലേക്ക് കയറുന്നതാണ് കാണുന്നത്. അവന്റെ കയ്യിൽ വെടികൊണ്ട് ചോര വരുന്നുണ്ട്. ആ സ്ഥലത്ത് നിന്ന് എങ്ങനെയോ ആരും കാണാതെ നൈസായിട്ട് എസ്കേപ്പ് ചെയ്ത് അവിടെ കിടക്കുന്ന ഒരു ഡ്രസ്സും എടുത്തിട്ട് വരുന്നുണ്ട്. ഒന്നാമത് ഇത്രത്തോളം അടി മേടിച്ച് വെടിയൊക്കെ കൊണ്ടിട്ടല്ലേ വന്നത്, അതുകൊണ്ട് തന്നെ തീരെ വയ്യാതെയാണ് വരുന്നത്. അപ്പോഴാണ് മഴയും കൂടെ വരുന്നത്. എല്ലാരും മഴ കൊള്ളാതിരിക്കാനുള്ള തന്ത്രപ്പാടിലാണെങ്കിൽ തേജുങ്ങിനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയാൽ മതി. അങ്ങനെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട്, അവന് തീരെ വയ്യ, എന്നാലും എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് യോൺഷിക്കിന്റെ കടയുടെ മുന്നിലാണ് വന്ന് നിൽക്കുന്നത്. യോൺഷിക്ക് അവിടെ എന്തോ ചെയ്യുമായിരുന്നു. ആരോ ഡോറ് തട്ടുന്ന കണ്ടിട്ടാണ് പോയി തുറക്കുന്നത്. നോക്കുമ്പോ തീരെ വയ്യാത്ത അവസ്ഥയിൽ തേജുങ് നിൽക്കുന്നു. അവനൊന്ന് സംസാരിക്കാനും പോലുള്ള ആരോഗ്യമില്ല. സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് എത്തിയെന്നുള്ള ഫീൽ കൊണ്ടാണോ എന്തോ നേരെ യോൺഷിക്കിന്റെ അടുത്ത് മയങ്ങി വീഴുന്നു. അകത്ത് റൂമിൽ കൊണ്ടേ കടത്തി അവന്റെ മുറിവൊക്കെ കെട്ടിക്കൊടുത്ത് നന്നായിട്ട് തന്നെ നോക്കുന്നുണ്ട്. ഒരു ഇൻഫർമേഷൻ, ഇവിടെ മരം മുറിക്കുന്നത് കൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ അതിന്റെ വോയിസ് കേൾക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് ഞാനത് മൈൻഡ് ആക്കാതെ ഇപ്പൊ റെക്കോർഡ് ചെയ്യുന്നത്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ഇനി ഇങ്ങനെ ആവർത്തിക്കാതെ നോക്കാം. ഇവിടെ ഇപ്പുറത്ത് യോഹാനെയാണ് കാണുന്നത്. തേജുങ് പോയപ്പം അവിടെ ഇവിടെ അവന്റെ ഓരോ സാധനങ്ങൾ ഇട്ടിട്ടൊക്കെയാണല്ലോ പോയിട്ടുണ്ടാവുക. അതൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സൂപ്രണ്ടിന്റെ അടുത്ത് യോഹാൻ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങള് പുറം ലോകം അറിയരുത് എന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻ കൊണ്ടുവന്ന ഇൻമേറ്റ്സ് മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ മതി. എങ്ങനെ ഒരു ആക്സിഡന്റ് നടന്ന് അതിൽ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ മതി എന്നാണ് പറയുന്നത്. പക്ഷെ സൂപ്രണ്ടിന് നല്ല രീതിക്ക് എന്നെ പേടിയുണ്ട്. മീഡിയ അറിയിക്കുകയാണെങ്കിൽ തേജുങ്ങിനെ കിട്ടുമല്ലോ എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അപ്പൊ തേജുങ്ങിന്റെ കാര്യത്തിൽ എന്താ ചെയ്യാന്ന് ചോദിക്കുന്നേന് അതെങ്ങനെ ഇപ്പൊ എനിക്കറിയാം. അവൻ ഇവിടുന്ന് പോയത് തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പോരാതെ തന്നെ എന്റെ സ്ഥലം മൊത്തം നശിപ്പിച്ചിട്ടാണ് അവൻ പോയത് എന്ന് പറയുന്ന കേട്ടിട്ട് സൂപ്രണ്ട് പിന്നെയും ചോദിക്കുന്നുണ്ട്, എന്നാ പിന്നെ നമുക്ക് മീഡിയയിൽ അറിയിച്ചാലോ എന്ന്. നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ലാലേ എന്നും പറഞ്ഞ് പുള്ളിന്റെ കഴുത്തിന് പിടിച്ച് നന്നായിട്ട് ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ചിട്ടാണ് വിടുന്നത്. ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുത് എന്ന്. ഇവിടെ തേജുങ് ആ കേസ് വന്നതിന് ശേഷം അവന്റെ ജീവിതത്തിൽ എന്തൊക്കെ നടന്നോ അതൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞെട്ടി എണീക്കുന്നത്. അപ്പോഴേക്കും യൂൺഷിക്ക് ഇത് കണ്ടുവരുന്നുണ്ട്. ഇന്നലെ ഞാൻ അങ്ങനെ പെട്ടെന്ന് വന്നപ്പം പേടിച്ചു പോയല്ലേ എന്ന് ചോദിക്കുന്നതിന് പിന്നല്ലാതെ മരിക്കും നടക്ക് പേടിച്ചു. പക്ഷെ കുഴപ്പമില്ല, ഞാനിപ്പോൾ ജീവനോട് ഉണ്ട് എന്ന് പുള്ളി ഫൺ ചെയ്യാണ്. അവന് ഫുഡൊക്കെ കൊടുത്ത് നിന്നെ ഞാൻ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രാവശ്യം ജയിലിൽ വന്നായിരുന്നു. പക്ഷെ അവരെന്നെ സമ്മതിച്ചില്ല, കാരണം പോലും പറഞ്ഞില്ല. ഞാൻ ആകപ്പാടെ പേടിച്ചു വരുന്നു എന്ന് പറയുന്നു. അവനോട് ചോദിക്കാൻ ഒരുപാട് കാര്യം ഉണ്ടാവുമല്ലോ, പക്ഷേ ആകപ്പാടെ ചോദിക്കുന്നത് അടുത്ത പ്ലാൻ എന്താണെന്നാണ്. തേജുങ് ഒന്നും പറയുന്നില്ലെങ്കിൽ പോലും അവൻ്റെ അടുത്ത് എന്ത് തന്നെയാണ് നീ ഇനി ചെയ്യാൻ പോകുന്നതെങ്കിലും അതിവിടെ നിന്ന് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അത് യൂൺഷിക്കിന് പ്രശ്നമാവൂലേ എന്ന് വ്യാകുലപ്പെടുമ്പം എനിക്കെന്ത് പ്രശ്നം വരാൻ? നീ പെട്ടെന്നൊരു രാത്രി വന്നു, എന്നെ ഭീഷണിപ്പെടുത്തി, ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ എന്നെ കൊല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് വേറൊരു വഴിയില്ലാത്തോണ്ടല്ലേ ഞാൻ ഹെൽപ്പ് ചെയ്തത്. ഇതിൽ എനിക്കെന്ത് പ്രശ്നം വരാനാ? തേജുങ്ങിനെ ചിരി വരുന്നുണ്ട്. അവൻ്റെ അടുത്തൊരു ഫോണും കൂടെ എടുത്തു കൊടുക്കുമ്പം ഇതും ആ കണക്കിൽ പെടുത്താവോ എന്ന് ചോദിക്കുന്നതിന് ഇല്ല, ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്ന് യൂൺഷിക്. അത് കഴിഞ്ഞ് നേരെ പോകുന്നത് തേജിന്റെയും അമ്മേന്റെയും അസ്ഥി വെച്ചെടുത്തേക്കാണ്. പിന്നെന്താ അടുത്ത സ്റ്റെപ്പ്? ലോയറെ കണ്ടുപിടിക്കലാണല്ലോ. കണ്ടുപിടിച്ച് ഫോളോ ചെയ്യുന്നുണ്ട്. പുള്ളി ഒരു ബിൽഡിങ്ങിലേക്ക് പോകുമ്പം പുറകെ പോകുന്നു. ആരോ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ലോയർക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വഴിയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് കുറെ നേരം കഴിഞ്ഞും തന്റെ പുറകെ ആരെയും കാണാത്തേയും കൊണ്ട് ഓക്കെ രക്ഷപ്പെട്ടു എന്നുള്ള സമാധാനത്തിൽ നിൽക്കുമ്പോഴാണ് പുറകില് തേജുങ് വന്ന് നിൽക്കുന്നത്. തേജുങ് ആണ് അത് എന്നുള്ളത് മനസ്സിലാക്കാൻ വലിയ സമയമൊന്നും എടുക്കുന്നില്ല. കണ്ടത് നൈസായിട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും നല്ല രീതിക്ക് അടി കൊടുത്ത് ചോര ഒലിക്കുന്ന പോലെ നിർത്തിയിട്ട് ഇതിന്റെയൊക്കെ പുറകിൽ ആരാണെന്ന് ചോദിച്ച് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. കുറച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ആരാണെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറയാണ്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കൊല്ലുന്നു. അവന്റെ ഒരു പേടി എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കഴുത്തിയിരിക്കുന്നുണ്ട്. തന്നെ വെറുതെ വിടാനും പറഞ്ഞ് ലോയറെ ഭയങ്കരമായിട്ട് കെഞ്ചുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് തേജുങ് പോയിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുമോന്ന് അവിടെ ഫുള്ള് തപ്പുന്നുണ്ട്, അയാളുടെ ബാഗ് അടക്കം. അപ്പോൾ ഒരു എൻവലപ്പില് ഒരു ലേഡീന്റെ ഫുൾ ഇൻഫർമേഷൻസ് ഉണ്ട്. ഇത് കണ്ടിട്ട് എന്താ സംഭവം എന്ന് ചോദിക്കുന്നതിന് നിന്നെ എങ്ങനെയാണോ ഫ്രെയിം ചെയ്തത് അതേപോലെ ഞങ്ങൾ അടുത്തത് ഫ്രെയിം ചെയ്യാൻ പോകുന്നത് ആ ലേഡീനെയാണെന്നും അടുത്ത വിക്ടിമാണ് അവര്. തേജുങ്ങിനെ കൾപ്രിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ കണക്ട് ചെയ്തല്ലോ. അവൻ യൂസ് ചെയ്ത വേസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ലേഡീന്റെയും അങ്ങനത്തെ ഓരോന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ.
ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ഡോക്ടർ എവിടെ നിന്ന് വന്നെന്ന് അറിയത്തില്ല. പക്ഷെ തേജു ഇങ്ങനെ പിടിച്ച് ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള അടി നടക്കുമ്പം ലോയർ ആണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഭയങ്കര അഹങ്കാരത്തില് തേജു ഇങ്ങനെ കൊന്നുകളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവര് തമ്മിൽ ഭയങ്കരമായിട്ട് അടി ഉണ്ടാക്കിയിട്ട് ഡോക്ടറെ തേജുങ്ങ് അടിച്ചിടുന്നുണ്ട്. പിന്നെയും തേജുങ്ങ് തപ്പിക്കൊണ്ടിരിക്കുമ്പം ഇതിന്റെ ഇടയ്ക്ക് ലോയർ എണീറ്റ് വന്ന് അവനെ അടിക്കുന്നുണ്ട്. ഇവനെ അടിച്ചിടുമ്പോഴേക്കും അപ്പുറത്തെ ഡോക്ടർ എണീറ്റ് വരുന്നു. അങ്ങനെ ഫുൾ അടി. കുറച്ച് കഴിയുമ്പോൾ ഡോക്ടർ നല്ല അടി മേടിച്ച് എങ്ങനെയൊക്കെയോ ഡോറിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പെട്ടെന്ന് ഡോർ അടച്ചുകൊണ്ട് അതിന്റെ ഉള്ളിലേക്ക് ബോംബ് ഇടുവാണ്. ലോയറിന് പിന്നെ അനങ്ങാൻ പറ്റുന്നില്ല. തേജുങ്ങനാണെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ. അവനെ എൻവലപ്പ് എടുക്കാതെ പോവാനും പറ്റത്തില്ല, ഒരു രീതിക്കും പുറത്തിറങ്ങാനും പറ്റത്തില്ല. എങ്ങനെയൊക്കെയോ എൻവലപ്പ് എടുത്ത് കറക്റ്റ് ബോംബ് പൊട്ടുന്ന സമയത്ത് ആ എൻവലപ്പ് എടുത്ത് ജനലിലൂടെ പുറത്തേക്ക് വീഴുന്നു. നല്ല രീതിക്ക് തന്നെ അടി പറ്റുന്നുണ്ട്. പക്ഷെ ജയിലിൽ നിന്ന് തന്നെ അത്രത്തോളം മേടിച്ചു കൂടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ എണീറ്റ് വന്ന് നോക്കുന്നുണ്ട്. ഇവിടെ ഇപ്പുറത്ത് രക്ഷപ്പെട്ട ഡോക്ടറും എങ്ങനെയൊക്കെയോ തട്ടിയാണ് അവിടുന്ന് പോകുന്നത്. തേജുങ് ഇവിടെ മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് അവനും അവിടുന്ന് പോകുന്നു. ഇവിടെ യോഹാൻ അവന്റെ വീട്ടില് വാള് വെച്ചിട്ട് എന്തോ ഒരു ഫൈറ്റ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ളവര് നേരെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു കോൾ വരുന്നത്, തേജുങ് രക്ഷപ്പെട്ടുന്ന്. ശരി, ഞാൻ നോക്കിക്കൊള്ളാന്ന് പറയുന്നു. ഇവിടെ ഡോക്ടർ ചോരയിൽ കുളിച്ച് നടക്കാൻ പറ്റാതെ നടന്നു വരുമ്പോഴാണ് മുന്നില് യോഹാൻ നിൽക്കുന്നത്. കണ്ടതും തിരിഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ യോഹാന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്നറിയാം. അതുകൊണ്ട് ഷാർപ്പായിട്ട് ഒരു കത്തിയെടുത്ത് യോഹാനെ കുത്താൻ നോക്കുന്നുണ്ടെങ്കിലും ഷഡ്ഡയെന്ന് കത്തി വെച്ച് പല കുത്ത് പുള്ളി ഓൾമോസ്റ്റ് തീർന്നു. നമ്മുടെ വില്ലൻ സീനാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ അത്യാവശ്യം നല്ല ഫൈറ്റർ ആണല്ലോ, എന്നിട്ട് പോലും യോഹാന്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ജീവൻ പോവാൻ കിടക്കുന്ന അവന്റെ അടുത്ത് ഒരു എൻവലപ്പില് പൈസയും കൊടുത്ത് ആർക്കാണോ കൊടുക്കേണ്ടത് ആളുടെ പേരെഴുതിയാല് ഞാൻ എത്തിച്ചേക്കാന്ന് പറയാണ്. നീ പോടാന്നും പറഞ്ഞ് തെറി വിളിക്കുന്നതും യോഹാൻ ഇഷ്ടപ്പെടുത്തില്ലല്ലോ. ചറയെന്ന് കുത്തുന്നുണ്ട്. അതോടെ പുള്ളിന്റെ കഥ ക്ലോസ്. ഇത്രയും പെട്ടെന്ന് തീരുന്നു വിചാരിച്ചില്ല, എന്തായാലും തീർന്നു. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ഒരു ഡിറ്റക്റ്റീവിനെയാണ് കാണുന്നത്. എന്തോ ഒരു കാര്യം അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സീക്രട്ട് ആയിട്ട് ഒരു പേപ്പറും കൊടുക്കുന്നു. ഒരു വണ്ടീന്റെ നമ്പറാണ്, അതിന്റെ ഉള്ളിലുള്ളത് യോഹാൻ. തേജുങ്ങിനെ കുറിച്ച് അന്വേഷിക്കാൻ പോകുന്നത് ഈ ഡിറ്റക്റ്റീവാണ്. യോഹാൻ ഒരു ഫോൺ കൊടുക്കുന്നുണ്ട്. ഇവിടെ തേജുങ് യൂൺഷിക്കിന് ആ റെക്കോർഡ് ചെയ്തായിരുന്നല്ലോ ലോയർ പറഞ്ഞത്, അത് കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ലേഡീന്റെ എൻവലപ്പ് ഉണ്ടായിരുന്നല്ലോ അതും എടുത്ത് കാണിച്ചു കൊടുത്ത് നെക്സ്റ്റ് വിക്ടിം ഇവരായിരിക്കും എന്ന് പറയുന്നു. അതൊരു ബാർബർ ലേഡിയാണ്. യൂൺഷിക്ക് ചോദിക്കുന്നത് തേജു ഓക്കെ ആണോ എന്നാണ്. തേജു ഓക്കെ ആണോ അല്ലയോ, എന്നാലും യൂൺഷിക്കിനെ കൊണ്ട് ഇത് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. ഒരു തെറ്റും ചെയ്യാതെ തേജുങ് എത്രത്തോളം അനുഭവിച്ചു എന്നുള്ളത് യൂൺഷിക്കും കണ്ടതാണല്ലോ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് എൻ്റെ കുഞ്ഞ് എത്ര കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പൊലമ്പുന്നുണ്ട്. ഇങ്ങനെ ഒരാള് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തിനേയും നമുക്ക് നേരിടാൻ പറ്റും. അങ്ങനെ ഒരു പേഴ്സണാണ് യൂൺഷിക്. ഇനി നീ ഇവിടെ തന്നെ നിന്ന് എന്തുണ്ടെങ്കിലും ഇവിടെ തന്നെ ചെയ്താൽ മതിയെന്ന് യൂൺഷിക്. ഈ ഡിവൈസ് എങ്ങനെ ഓൺ ആക്കുക എന്നാണ് അതിനെ തിരിച്ച തേജുങ് ചോദിക്കുന്നത്. പുള്ളിയും സീരിയസ് ആയിട്ട് അതിൽ മുഴുകി പോകുന്നുണ്ട്. ആ സമയത്താണ് തേജുങ് ഒന്ന് ചിരിക്കുന്നത്. ഇങ്ങനെ ഒരാളെ തനിക്ക് വേണ്ടിയുള്ളത് തേജുങ്ങിന് ഭയങ്കര ഹാപ്പിയാണ്. ഇവിടെ ജയിലില് നമ്മുടെ ചെടികാട് ടെറർ ഗാർഡിന്റെ അടുത്ത് ഇവർക്കൊക്കെ അറിയാം തേജുങ് എസ്കേപ്പ് ആയി പോയി എന്നുള്ള കാര്യം. പക്ഷെ സ്പെഷ്യൽ യൂണിറ്റിൽ നിന്ന് പോയതാണെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷിക്കണം, അവനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം എന്നൊക്കെയാണ് പറയുന്നത്. ചെടികാടിന് തേജുങ്ങിന്റെ അടുത്ത് എന്തോ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. പക്ഷെ ടെറർ ഗാർഡിന് അറിയാലോ കാര്യമായിട്ട് കൃത്യമായിട്ട് എന്താ സംഭവിച്ചത് എന്നൊക്കെ. അതുകൊണ്ട് വലുതായിട്ട് സംസാരിക്കുന്നില്ല എന്ന് മാത്രമല്ല വലിയ കാര്യാക്കാനില്ലെന്നാണ് പറയുന്നത്. പക്ഷെ ചെടികാടിന് അങ്ങനെ വിടാൻ മനസ്സില്ല. അതുകൊണ്ട് കുറെ പറയുന്നുണ്ടെങ്കിലും ഇത് എനിക്കും കിട്ടിയ ഓർഡറാണ്, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ വാർഡൻ വിളിക്കുന്നുണ്ട്. നിനക്ക് ഇനി എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ പോയിട്ട് വാർഡന്റെ അടുത്ത് അങ്ങ് ചോദിച്ചോ എന്നും പറഞ്ഞ് ടെറർ ഗാർഡ് അവിടുന്ന് പോകുന്നതും ചെടികാട് നേരെ വാർഡന്റെ അടുത്ത് പോയിട്ട് സംസാരിക്കാൻ നോക്കുന്നുണ്ട്. അവിടെയാണ് ഡിറ്റക്റ്റീവ് ഉള്ളത്. തേജുവിനെ കുറിച്ച് അന്വേഷിക്കാൻ പോവാണെന്ന് പറയുമ്പം എല്ലാരും അറിഞ്ഞ് തേജുവിനെ നന്നായിട്ടൊന്ന് അന്വേഷിക്കണം എന്നാണ് ചെടികാട് പറയുന്നത്. പക്ഷെ അത് കേൾക്കാൻ പോലും വാർഡൻ കൂട്ടാക്കുന്നില്ല. ടെറർ ഗാർഡ് കേട്ടെങ്കിലും നിന്നു. പക്ഷെ വാർഡൻ പറയുന്ന കൂടെ കേൾക്കാണ്ട് ഒച്ച എടുത്ത് വിടുന്നുണ്ട്. വേറൊരു വഴിയില്ലാതെയാണ് ഡിറ്റക്റ്റീവ് ചോദിച്ച പ്രകാരം തേജുങ് താമസിച്ചിരുന്ന റൂമിലേക്ക് പോകുന്നത്. തേജുങ് കൃത്യമായിട്ട് എക്സസൈസ് ചെയ്ത് അത് എഴുതിയൊക്കെ വെക്കാറുണ്ടല്ലോ. എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്തു, എത്രത്തോളം അവൻ ദിവസവും ചെയ്യാറുണ്ട് എന്നുള്ളതൊക്കെ. അത് ഭയങ്കരമായിട്ടുള്ള നമ്പറാണ്. അത് ഒരുമാതിരി താത്തിയാണ് ഡിറ്റക്റ്റീവ് സംസാരിക്കുന്നത്. അത് നമ്മുടെ ഗാർഡിന് ഇഷ്ടപ്പെടുന്നില്ല. പുള്ളി അവിടെയൊക്കെ തപ്പിയിട്ട് തേജുങ്ങിന്റെ കേസിന്റെ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ അതവൻ കൃത്യമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അതുപോലും ചെടികാടിന് ഇഷ്ടപ്പെടുന്നില്ല. അതവൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, എടുത്ത് നോക്കണ്ടെന്നാണ് പറയുന്നത്. അവൻ വെറും കുറ്റവാളിയാണ്, ഇതൊക്കെ നോക്കിയെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഡിറ്റക്റ്റീവ് എടുത്ത് നോക്കുന്നത്. തേജുങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് ആരെങ്കിലും സ്ഥിരമായിട്ട് വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതിന് അവൻ ആരെയും കാണാൻ സമ്മതിക്കാറില്ല.
ആര് വന്നാലും പറഞ്ഞു വിടത്തേ ഉള്ളൂ, വേണമെങ്കിൽ ലെഡ്ജർ കാണിച്ചു തരാം, അങ്ങ് നോക്കിക്കോളാൻ ഒരുമാതിരി ഇഷ്ടക്കേട് കൂടിയാണ് ഗാർഡ് പറയുന്നത്. അതൊന്നും ഡിറ്റക്റ്റീവിന് ഒരു പ്രശ്നമേ അല്ല. തേജു അങ്ങ് എടുത്തു വെച്ച ഡീറ്റെയിൽസ് കാണിച്ചിട്ട് അതിനെക്കുറിച്ച് എന്തോ ചോദിക്കുമ്പം കണ്ടുപിടിച്ചിട്ട് വേണമെങ്കിൽ സ്വന്തമായിട്ട് അങ്ങ് ചോദിച്ചോന്നും പറഞ്ഞ് അവിടെ തന്നെ ഇറങ്ങിപ്പോവാണ്. ഇവിടെ യോഹാൻ പുതിയതായിട്ട് ഒരു ലേഡീനെ വിക്ടിം ആക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. ആ ബാർബർ ലേഡീന്റെ കടയാണ് കാണുന്നത്. അവിടേക്ക് അവരുടെ മോള് വരുന്നുണ്ട്. ആ കൊച്ചിനാണെങ്കിൽ അത്ര സുഖമില്ല. എന്താ പ്രശ്നം എന്ന് കറക്റ്റായിട്ട് അറിയത്തില്ലേലും ബ്രീത്തിങ് പ്രോബ്ലം ഉള്ള കുട്ടിയാണ്. ആ ലേഡി ആണെങ്കിൽ ഭയങ്കര പാവമായിട്ട് തന്മയത്തുള്ള ഒരു ലേഡി. ഇതൊക്കെ അവിടെ അവന്റെ റൂമിലിരുന്നിട്ട് യോഹാൻ കാണുന്നുണ്ട്. എപ്പോഴത്തെയും പോലെ ആ ലേഡി എവിടെയൊക്കെ പോകുന്നുണ്ട്, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ട്. ആ സമയത്ത് അവനും മനസ്സിലാവുന്നുണ്ട് കൊച്ചിന്റെ സുഖമില്ല എന്നുള്ളത്. അച്ചോ എന്തൊരു കഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് പാവം തോന്നുന്നതാണ് എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ട്. അത് കാണുമ്പോഴേ മണ്ടക്കിട്ട് ഒരെണ്ണം കൊടുക്കാൻ നമുക്ക് തോന്നും. യോഹാൻ ഫുള്ള് ഡിജിറ്റലായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മുടെ തേജുങ് അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. എന്നിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. യോഹാൻ അവരെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ അതേ കണക്ക് ഒരു ഗെയിമാണ് കളിക്കേണ്ടത് എന്ന് പറഞ്ഞ് യോൻഷിക്ക് ക്യാമറ കാര്യങ്ങളൊക്കെ തേജുങ്ങിനെ സംഘടിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ തേജുങ് ആ ലേഡീന്റെ ഷോപ്പിന്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് ക്യാമറാസ് ഫിറ്റ് ചെയ്ത് കൃത്യമായിട്ട് അവരെ മാപ്പ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് യോൻഷിക്ക് ഒളിപ്പിച്ചു വെച്ചാൽ കുറെ പൈസ എടുത്ത് തേജുങ്ങിന് കൊടുക്കുന്നുണ്ട്. വേണ്ടെന്നാണ് പറയുന്നത്. വേണ്ടെന്നാണ് തേജുങ് പറയുന്നത്. ഒരുപാട് വേണ്ടാന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് അവന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് തേജുങ് ചോദിക്കുന്നത്, ഇവിടെയുള്ള സാധനത്തിന്റെ ഉള്ളിലായിട്ട് എന്തിനെങ്ങനെ പൈസ ഒളിപ്പിച്ച് വെക്കുന്നേന്ന്. അത് ഇവിടെ പൊതുവെ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരും, അതിനു വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. അടുത്ത ദിവസങ്ങളിലായിട്ട് പല സ്ഥലത്ത് ക്യാമറ ഫിറ്റ് ചെയ്ത് വീട്ടിലിരുന്ന് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കടേന്റെ ഉള്ളിൽ നിന്ന് ആരോ നടക്കുന്ന പോലെ ഒച്ച കേൾക്കുന്നത്. പോയി നോക്കുമ്പം യൂൻബയാണ്. അവളെ പെടുത്തേം പോലെ യൂൻഷിക്കിന്റെ പൈസ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. തേജുവിനെ സംബന്ധിച്ച് അവളൊരു കള്ളിയാണല്ലോ. അതുകൊണ്ട് തന്നെ പോയിട്ട് മര്യാദയ്ക്ക് ആ പൈസ അവിടെ വെച്ചിട്ട് പോവാൻ നോക്കു വച്ചേന്ന് പറയുന്നതിന് അതിന് നീ ആരാണ്, പോയി നിന്റെ പണി നോക്കുമെന്ന് പറഞ്ഞ് അവളവിടുന്ന് പോവാൻ നോക്കുമ്പോഴേക്കും എടുത്ത് മലത്തി അടിച്ചിടുന്നുണ്ട്. എന്ത് കുരുത്തക്കേടാണ് നീ കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് യൂൻഷിക്ക് വരുന്നത്. അവളങ്ങനെ കണ്ടിട്ട് ഷോക്ക് ആവുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലാവുന്നത് യൂൻഷിക്കിനെ അറിയാവുന്ന ആളാണെന്ന്. കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് മനസ്സിലാവുന്നത് അത് യൂൻഷിക്കിന്റെ മോളാണെന്ന്. യൂൻബിക്ക് തേജുവിനെ കണ്ടിട്ട് അൾട്ടിമേറ്റ് പുച്ഛം. ആ ഫോട്ടോയിലുള്ളത് അവനാണെന്നും അവൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട്. തേജുങ് പാവം, അയ്യോ അബദ്ധത്തില് പുള്ളീന്റെ മോളെ തന്നെ അടിച്ചല്ലോ എന്ന് വിഷമിച്ചിരിക്കുമ്പം ഈ പെണ്ണാണെങ്കിൽ എന്നെ എന്തിനെങ്ങനെ നോക്കുന്നത്, കണ്ണുകൂത്ത് പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്നുണ്ട്. അൾട്ടിമേറ്റ് പുച്ഛത്തില് അച്ഛനെ അവനെ രണ്ടെണ്ണം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാൻ നിൽക്കുമ്പം അയ്യോ എന്ത് പണിയാ ഞാൻ കാണിച്ചെന്ന് ഫീൽ ചെയ്യുന്ന തേജുങ്ങിന്റെ അടുത്ത് അതെ ഒന്ന് എൻ്റെ കൂടെ പുറത്തേക്ക് വന്നേ എന്ന് പറഞ്ഞ് അവിടുന്ന് കൂട്ടിയിട്ട് പോകുന്നുണ്ട്. കുറച്ചങ്ങ് മാറി നിൽക്കുന്നുണ്ട്. തേജുങ് നേരത്തെ നടന്നതിന് സോറി ചോദിക്കുമ്പം നീ എന്താ ഇവിടെ ഫ്രീ ആയിട്ട് താമസിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണോ? അല്ല അങ്ങനെയല്ല, നിങ്ങളുടെ അച്ഛനാണ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ. അതൊന്നും എനിക്കറിയണ്ട. ഇവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ 2,50,000 തരണം. അത് തരാൻ പറ്റില്ല എന്നാണെങ്കിൽ ഇപ്പൊ തന്നെ പോയേക്ക്. എന്തു പറയാനാ, തേജുങ്ങും പണം എടുക്കുന്നുണ്ട്. അപ്പാട് ഫുള്ള് പൈസയും മേടിച്ചിട്ട് ബാക്കി ഞാൻ ഡിപ്പോസിറ്റ് ആയിട്ട് വെച്ചോളാം. എന്നാ പിന്നെ ശരി പോക്കോ. എന്താ നോക്കുന്നേ, പോ. ഒന്നും പറയാതെ തേജുങ്ങ് അവിടുന്ന് പോവാൻ നിൽക്കുന്നുണ്ട്. ഏയ് അവിടെ നിൽക്ക് എന്നും പറഞ്ഞിട്ട് പടക്കിയെന്ന് ഒരു അടിയാണ്. ചെക്കൻ്റെ ആത്മാവൊക്കെ കൂടെ ഒന്ന് പുറത്തു പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. ഇപ്പൊ ഈക്വലായി എന്നാ പൊക്കോ എന്നും പറഞ്ഞ് അവള് നൈസായിട്ട് അവിടുന്ന് പോകുന്നുണ്ടെങ്കിലും അവനെ കൊണ്ട് നേരെ ഒന്ന് എണീക്കാൻ പോലും പറ്റുന്നില്ല. അജാതി ഒരു ഐറ്റം കിട്ടി. തിരിച്ച കടയിലേക്ക് ഇരുന്ന തേജുങ്ങിന്റെ അടുത്ത് അവൾ അടിച്ചോ എന്ന് ചോദിക്കുന്നു. ഏയ് ഇല്ലല്ലോ ഒന്ന് തേജുങ്. അപ്പൊ അവള് പൈസ ചോദിച്ചോ? ആ ചോദിച്ചു. എത്ര? അത് ഒരു 2,500. യൂൻഷിക്കിന് എന്താ പോലെ ആവുന്നുണ്ട്. പക്ഷെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അവള് നല്ല കുട്ടിയൊക്കെയാണ്. പക്ഷെ ഞാനാണ് നല്ല അച്ഛനല്ലാത്തത്. നല്ല മനസ്സുള്ള കുട്ടിയൊക്കെയാണെന്ന് പറയുന്നത് കേട്ടിട്ട് അതെ കണ്ടാലും മതി ഒടുക്കത്തൊരു മനസ്സെന്ന് തേജുങ്. എന്താ പറഞ്ഞേ? അല്ല നല്ല മനസ്സാണെന്ന് പറഞ്ഞതാ. ഇവിടെ ഡിറ്റക്റ്റീവും ലോയറും കൂടെ ആ ലോയർ വെന്ത് മരിച്ചിട്ടുണ്ട്. പുള്ളിന്റെ ബോഡി കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇത് ചെയ്തത് തേജുങ് ആണെന്നാണ് ഡിറ്റക്റ്റീവ് പറയുന്നത്. അത് അവനാവാനുള്ള ചാൻസ് ഇല്ല എന്നാണ് ചെടികാടിന്റെ മനസ്സിൽ. പക്ഷെ അവൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള പ്രൂഫ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് ബ്ലറി ആയിട്ടുള്ള ഒരു ഇമേജ് ആയതുകൊണ്ട് അത് തേജുങ് തന്നെയാണോ എന്ന് തനിക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് ചെടികാട് പറയുന്നത്. എനിക്ക് പോലും മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് സോറി ഡിറ്റക്റ്റീവ്. ഇവിടെ തേജുങ് ഉറക്കം ഒളിച്ചിരുന്ന് ആ CCTV ദൃശ്യങ്ങൾ നോക്കുന്നുണ്ട്. അങ്ങനെ ആ ലേഡീനെ ഫോളോ ചെയ്യുന്ന കാറൊക്കെ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിലും ഇവന് സംഭവിച്ച പോലെ നടക്കണമെന്നുണ്ടെങ്കിൽ വിക്ടിമിന്റെ ഫോണ് ആ ലേഡീന്റെ അടുത്ത് വരണമല്ലോ. അതിനെക്കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങള് കൈവിട്ട് പോകുന്നതിന് മുന്നേ തടയണമെന്നും പറഞ്ഞ് ഒരു ബൈക്കൊക്കെ ഏർപ്പാടാക്കുന്നുണ്ട്. ഇവിടെ യോഹാൻ പുതിയതായിട്ട് മരിച്ച ആളുടെ സ്ഥലത്തേക്ക് വിർച്വലി വന്ന് ക്രൈം സീൻ നോക്കുന്നുണ്ട്. ഇനി ആ ബാർബർ ലേഡീനെ ഫ്രെയിം ചെയ്യണമല്ലോ, അതിനുള്ള കാര്യങ്ങൾ നോക്കണമല്ലോ. അവരുടെ ഷോപ്പില് മുടി വെട്ടാൻ വേണ്ടിയിട്ട് നല്ല ഷാർപ്പായിട്ടുള്ള
കത്രികയുണ്ട്. അത് ക്രൈം സീനിലേക്ക് കൊണ്ടുവരണമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ആ പേഴ്സൺ മരിച്ചത് ഒരു കത്തിക്കുത്ത് കൊണ്ടിട്ടാണ്, അതും പുറകിലായിട്ട്. അതിന് പകരം ഈ കത്രിക വെക്കാൻ. അതുമായി ഇനിയിപ്പോ വേണ്ടത് ഫോണാണല്ലോ. ആ ലേഡി കടയിൽ നിൽക്കുന്ന സമയത്ത് ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. നോക്കുമ്പോ അവരുടെ ഫോണല്ല. ചുറ്റും നോക്കുമ്പോഴാണ് അവിടെ ഒരു ഫോൺ കിടക്കുന്നതായിട്ട് ശ്രദ്ധിക്കുന്നത്. അവരതെടുത്ത് നോക്കുമ്പം ഇവിടെ തേജോങ് അവന്റെ ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. തിരക്ക് പിടിച്ച സലൂണിലേക്ക് പോയി നോക്കുമ്പം അവിടെ ആ കൊച്ചു മാത്രമേ ഉള്ളൂ. കൊച്ചിൻ്റെ അടുത്ത് അമ്മ എവിടെ പോയെന്ന് ചോദിക്കുന്നതിന് ഒരു ഫോൺ കളഞ്ഞേട്ടി അമ്മ അത് കൊടുക്കാൻ പോയേക്കുവാണെന്ന് പറയുന്നു. കാര്യം മനസ്സിലായതുകൊണ്ട് പതട്ടപ്പെട്ട് അമ്മ എവിടെയാ പോയെന്ന് മോക്ക് അറിയുമെന്ന് ചോദിക്കുന്നു. അവിടെ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടാണ് പോയത്. അത് കൊച്ചു കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ പേടിച്ച് തേജുങ് പോകുമ്പം അവിടെ അപ്പുറത്തെ യോൺഷിക്കിന്റെ കടയിലേക്ക് ആ ഡിറ്റക്റ്റീവും ഗാർഡും വരുന്നുണ്ട്. യൂൺഷിക്കിന്റെ അടുത്ത് വളരെ നന്നായിട്ടാണ് ഗാർഡ് സംസാരിക്കുന്നതെങ്കിലും ഡിറ്റക്റ്റീവ് കുറച്ച് ടെററായിട്ടാണ് ഉള്ളത്. അവിടെയൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പുറത്തെ ആ ലേഡി ഒരു ഷോപ്പിംഗ് സെന്ററിന്റെ പാർക്കിംഗ് ലോട്ടിലേക്ക് വരാനാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ബസ് കയറി ഫോൺ വിളിച്ചുകൊണ്ടാണ് ബാർബർ ലേഡി അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ക്യാമറയിലൊക്കെ പെടുന്നുണ്ട്. അത് കാണുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും. അവിടെ തേജുങ് ഭയങ്കര സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അപ്പുറത്തെ കടയിൽ ഞങ്ങളെ കണ്ടിട്ട് നീ സർപ്രൈസ് ആയില്ലല്ലോ, അപ്പൊ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നല്ലേ എന്ന് ഡിറ്റക്റ്റീവ് യോൺഷിക്കിന്റെ അടുത്ത് ചോദിക്കുന്നു. ഇവിടെ ബാർബർ ലേഡി അവരെ ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന ഒരു ലേഡീൻ്റെ അടുത്തേക്കാണ് വരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് തേജുങ് ജീവൻ കളഞ്ഞു വരുന്നുണ്ട്. ഇങ്ങനെ 3 സീനും മാറി മാറി കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് കഴിയുന്നത്.